ശബരിമല തന്ത്രി ദൈവതുല്യൻ, അല്പം കൂടി ഭവ്യതയോടെ പറഞ്ഞാൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ മഹാനുഭാവലു. ഈ വിശേഷണങ്ങളൊക്കെ സാധാരണക്കാരായ ഭക്തന്മാർ അല്ലെങ്കിൽ നമ്മളൊക്കെ ചാർത്തി കൊടുക്കുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ളിലൊന്നും യാതൊരു പിണ്ണാക്കുമില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യതയുള്ളൊരു വ്യക്തിയാണ് തന്ത്രി. ഒരു വിധത്തിൽ പറഞ്ഞാൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് കെട്ടും കെട്ടി ശാരീരികവും മാനസികവുമായി തളർന്ന് 18ാം പടി കയറി മുകളിലെത്തി സ്വാമിയേ ശരണമയ്യപ്പ എന്ന് തൊണ്ട പൊട്ടി നിലവിളിക്കുന്ന അന്യ സംസ്ഥാനക്കാരെയും മലയാളികളെയും ഒക്കെ കാണുമ്പോൾ ഇയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക. കാരണം ഇതെല്ലാം ഒരു ഭോഷത്വത്തിന്റെ ഭാഗമാണെന്ന് നമ്മളെക്കാൾ മുൻപേ മനസ്സിലാക്കിയ ആൾ തന്നെയാണ് ഇയാൾ. എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരോ മനുഷ്യരുടെ സങ്കല്പങ്ങൾ മാത്രമാണ്, അതിനപ്പുറത്ത് ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിലെ തന്ത്രി അയ്യപ്പനിൽ ലവലേശം പോലും വിശ്വാസമില്ലാത്ത, ദൈവം എന്നൊരു വ്യക്തി ഉണ്ട് എന്ന് പോലും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ്. അല്ല, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുവാൻ ഇയാൾ കൂട്ടുനിൽക്കുമായിരുന്നു. അമിതമായ ദൈവഭക്തിയുമായി നടക്കുന്ന വ്യക്തികൾക്കൊക്കെ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് കുറ്റബോധമുണ്ടാവും. ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്, ദൈവം കൃത്യമായിട്ട് മറുപടി തരും എന്നൊരു ഭയമൊക്കെ മനസ്സിലുണ്ടാവും. ഇവിടെ തന്ത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല. ഒരു അവിശ്വാസിയായ മനുഷ്യന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും നമ്മൾ കണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം ഒരു അത്യുന്നതനായ ശക്തിയാണെന്നും അവൻ സർവ്വവ്യാപിയാണെന്നും സർവ്വജ്ഞാനിയാണെന്നും സർവ്വശക്തനാണെന്നും തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുവാനോ അതിന് കൂട്ടുനിൽക്കുവാനോ കഴിയില്ല. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തരിമ്പ് പോലും വിശ്വാസമില്ല എന്നുള്ളതാണ്. പിന്നെ ഉദരം മൂലം ബഹുകൃത വേഷം എന്ന് പറയുന്നത് പോലെ പണമുണ്ടാക്കാൻ വേണ്ടി നല്ല ഗംഭീരമായി കെട്ടിയാടിയ ഒരു വേഷപകർച്ച, അത് കണ്ടപ്പോൾ നമ്മളൊക്കെ ഒറിജിനൽ ആണെന്ന് തെറ്റിദ്ധരിച്ചു. അയാൾ അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ തന്നെയാണെന്നും ദിവ്യശക്തിയുള്ള ഒരു വിശുദ്ധനാണ് എന്നും മനസ്സിലാക്കി. അയാളുടെ കാൽച്ചുവട്ടിൽ നെടുമ്പാട് വീഴുക മാത്രമല്ല, അയാളുടെ കാൽക്കൽ കാണിക്കയും വെച്ചു, ലക്ഷങ്ങളും കോടികളും. അയ്യപ്പന് കാണിക്ക വെക്കുവാൻ വേണ്ടിയാണ് പോയതെങ്കിലും അയ്യപ്പന്റെ അച്ഛനല്ലേ, അച്ഛനെ കണ്ടപ്പോൾ അച്ഛനും എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ബലഹീനത. അതുകൊണ്ട് എന്താണ്, അയ്യപ്പന്റെ അച്ഛൻ കോടീശ്വരനായി മാറി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവും എന്ന് പറഞ്ഞതുപോലെ സംഗതി ഇപ്പോൾ പിടിക്കപ്പെട്ടു, ആള് അകത്തുമായി. ഇവിടുത്തെ രസം ഇതൊന്നുമല്ല. തന്ത്രി പരിശുദ്ധനാണെന്നും അയാൾ ദൈവതുല്യൻ തന്നെയാണെന്നും അയാളെ കുടുക്കിയതാണെന്നും അങ്ങനെ അയാളെ കുടുക്കിയത് പിണറായി വിജയൻ ഒറ്റയൊരുത്തനാണെന്നും അതുകൊണ്ട് പിണറായിക്ക് അയ്യപ്പന്റെ കയ്യിൽ നിന്നും കൃത്യമായി പണി കിട്ടിയിരിക്കും എന്നും പറയുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലുണ്ട്. അതാണ് ജനം TV. അവര് ശബരിമല തന്ത്രിയെ കാര്യമായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അവർ പോലും അറിയാതെ ഒരു സത്യം അവർ ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചു. പിണറായിയും പിണറായിയുടെ പോലീസും നാട്ടുകാരും എന്തായിരുന്നു ഊഹിച്ചെടുത്തത്, അത് 100% ശരിയായിരുന്നു എന്നുള്ള ആ പരമമായ സത്യം. തന്ത്രിയെ വെളുപ്പിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നുവെങ്കിലും പരിപാടി കഴിഞ്ഞപ്പോൾ പണി പാലും വെള്ളത്തിലാണ് കിട്ടിയത് എന്ന് ജനം TVക്ക് ബോധ്യപ്പെട്ടു. സംഗതി ഇതാണ്, 2 ദിവസം മുമ്പ് നടന്ന ഒരു അന്തിചർച്ച. ആ ചർച്ചയിൽ സാധാരണ സംഖ്യകളെയാണല്ലോ കൊണ്ടുവെക്കാറ്. പക്ഷെ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിയത് സംഖ്യയേക്കാൾ വലിയ ആളിനെ ആയിരുന്നു. അതായത് ഒരു പഴയ CBI ഉദ്യോഗസ്ഥനെ. അദ്ദേഹമാകുമ്പോൾ പല വിഷയങ്ങളും ആധികാരികമായി സംസാരിക്കും, കേൾക്കാൻ നല്ല ആളുണ്ടാവും, ഭംഗിയായിട്ട് വൈറ്റ് വാഷ് ചെയ്തെടുക്കും. ഇത് കരുതിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. മുൻ CBI ഉദ്യോഗസ്ഥൻ ജനം TVയുടെ അണ്ണാക്കിലടിച്ചിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹം പറയുന്നു, ഒന്ന് കേട്ടു നോക്കിയേ, മുഴുവൻ കേൾക്കണം കേട്ടോ, ഇടയ്ക്ക് വെച്ച് വിട്ടുപോകരുത്. തന്ത്രി എന്റെ റഡാറിൽ പെട്ടതാണ് 2015-16. പക്ഷെ അദ്ദേഹത്തെ പറ്റി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. നമ്മൾ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ പോയി അയ്യപ്പനെ ഇങ്ങനെ തൊഴുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം, എപ്പോഴും അവിടെ ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യനായ മേൽശാന്തി ഒരു പ്രധാന ശിഷ്യനാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പൊ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടെന്ന്. അങ്ങനെ സംശയിക്കാൻ ഞങ്ങൾ പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ആന്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശബരിമല വരുന്നത്. ഒരുപാട് 4 ആന്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ്, CBI അടക്കം. അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ 25 ലക്ഷം കൊടുത്താണ് വരുന്നത്, ബോർഡിന് 25 ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത്. ഇയാള് അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയാർമാരെയും തെലുങ്കന്മാരെ തമിഴന്മാര് ഭയങ്കര പൈസക്കാര് അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിലിരുത്തി ചമ്പളം വെട്ടി ഇരുന്നിട്ട് ഈ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിൽ ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കൊടുത്തോണ്ട് ഇവർ ആ ബാഗിൽ നിന്ന് എനിക്കൊണ്ട് ഒരു കെട്ടെടുത്ത്, എനിക്കൊണ്ട് 10 ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു കെട്ടെടുത്ത് 2500 നോട്ട് കെട്ടെടുത്ത് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ പിന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ SI പ്രശാന്ത്, അദ്ദേഹം ഇപ്പോൾ CA ആണ്, പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പ്രശാന്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, തന്ത്രിയുടെ മുറി തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുറിയിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ചെന്നു. അപ്പം തന്ത്രിയുടെ മേൽശാന്തിയുടെ മുമ്പ് വെച്ച് പ്രശാന്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു തിരുമേനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു, തിരുമേനി നിങ്ങളവിടെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ദേവസ്വം ബോർഡിന് എഗൻസ്റ്റ് ആയിട്ടും അയ്യപ്പനെതിരായിട്ടുമാണ് ചെയ്യുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ കാണിക്കയായിട്ട് വരേണ്ട, അയ്യപ്പന് വരേണ്ട കാശാണ്. അത് നിങ്ങൾ ₹1 കോയിൻ ഇങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ച് പ്രൈവറ്റായിട്ട് നിങ്ങൾ ഈ പൈസ വാങ്ങിക്കുന്നത്, തിരുമേനി അത് നിർത്തുക. നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് FIR എടുപ്പിക്കും, ഞാനിത് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ അയാൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് അയാൾ എനിക്കെതിരോട്ട് ഒരുപാട് അലിഗേഷൻ പറഞ്ഞു. അത് പോട്ടെ. അപ്പൊ ഈ തന്ത്രി ഇത് ഇങ്ങേർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങേര് ചെല്ലുന്നത് തന്ത്രിയുടെ മുറിയിലാണ്. തന്ത്രിയെ എൻ്റെ ബെസ്റ്റ് സുഹൃത്ത് രാധാകൃഷ്ണൻജി, അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഒരുപാട് വിപ്ലവം നടത്തിയിട്ടുള്ള ആളാണ്, ഇവരായിട്ടൊക്കെ യുദ്ധം ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഞാൻ ഒരുപക്ഷെ അദ്ദേഹം ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം കേസുകളുടെ. ഈ തന്ത്രിയെ ഞാൻ ഒരു കാരണവശാലും ഞാൻ വൈറ്റ് വാഷ് ചെയ്യില്ല. ഈസ് ഈക്വലി റെസ്പോൺസിബിൾ. അദ്ദേഹം പറഞ്ഞു ഇത് മറ്റേ ആഭരണങ്ങളുടെ ചുമതലയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏത് സമയം അവിടെ ഇരിക്കുകയല്ലേ, അദ്ദേഹം ഇതിനകത്ത് കയറുമല്ലോ, ഈ സാങ്ക്ടോർത്തിനകത്ത് കയറുമല്ലോ ഒരു ദിവസം പല പ്രാവശ്യം. അവിടെ അയ്യപ്പ വിഗ്രഹം കണ്ടില്ലെങ്കിൽ എനിക്ക് ചാർജില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുമോ? ഈ കോൺസ്പിറസിയിൽ ഇദ്ദേഹം ഉണ്ട്. പിന്നെ എനിക്കുള്ള ഒരു ശക്തിയുക്ത, ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പറയാം, എനിക്ക് SITയോടുള്ള ശക്തിയുക്തമായിട്ടുള്ള ഒരു എതിർപ്പെന്ന് പറഞ്ഞാൽ, SIT എൻ്റെ ബ്രദർ ഓഫീസേഴ്സാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാം നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? നമ്മളെല്ലാം സ്വാമി അയ്യപ്പ ഭക്തരാണ്. നമ്മൾ എന്നെപ്പോലുള്ള ഒരു പ്രൊഫൗണ്ട്ലി ഇഞ്ചേർഡാണ് ഇപ്പം ഈ SITയുടെ ഇൻവെസ്റ്റിഗേഷനും ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും. എനിക്കിതിലെങ്കിലും താല്പര്യമില്ല. ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അദ്ദേഹത്തെ എന്തോ ICUവിൽ പ്രവേശിപ്പിച്ചു, ഇനി അടുത്ത വാസു തലകറങ്ങി വീഴാൻ പോണു, ഇതിലൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഇതൊക്കെ സ്റ്റേജ് ഡ്രാമയാണ്. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്താണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ലോയേഴ്സ് ഉണ്ട്, എമിനന്റ് ലോയേഴ്സ് അഡ്വൈസ് ചെയ്യാൻ. അപ്പൊ അതിലൊന്നും ഒരു താല്പര്യമില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോയാൽ ഒരിടത്തും എത്തില്ല. ഈ തന്ത്രി ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ഈ തന്ത്രിയാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തത് എലി കയറുന്നെന്ന്. അപ്പോൾ ഈ കോൺസ്പിറസിയിൽ അദ്ദേഹം ഇല്ലേ? എലി കയറുന്ന എങ്ങനെയാണ് എലി കയറുന്നത്? മാത്രമല്ല, ഞാൻ ഒരു ക്രൈം നടക്കുമ്പം, ഉദാഹരണം ഒരു മർഡർ ആണെന്ന് വെച്ചോളൂ, ഞാൻ 3-4 പേരുണ്ട്, ഞാനാണ് അത് ആ മർഡർ കമ്മിറ്റ് ചെയ്തത്, വേറെ ഒരാളും രാധാകൃഷ്ണൻജിയും കമ്മിറ്റ് ചെയ്തു. പക്ഷേ ഇദ്ദേഹം കൃഷ്ണജി പറയാണ് കുത്തട അവനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിൽ പങ്കെടുത്തില്ലല്ലോ. ഇല്ല, എനിക്ക് കിട്ടുന്ന അതേ ശിക്ഷ ഇദ്ദേഹത്തിനും കിട്ടും, കൃഷ്ണജിക്കും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ്, ഇദ്ദേഹം അവിടെ കുറ്റിയടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല കാണാൻ നല്ല ആക്റ്റീവാണ്, നല്ല ഹെൽത്തിയാണ്. അങ്ങേരെ വെട്ടിച്ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മോഷ്ടിക്കാൻ പോണ കള്ളന്മാർക്ക് നന്നായിട്ട് അറിയാം, ആദ്യം തന്ത്രിയാണ് പാട്ടിലാക്കേണ്ടത്. പിന്നെ ഈ SIT ആദ്യം, ഞാനാണ് SITയുടെ ലീഡറെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്ത്രിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല. കാര്യം ഇതിന്റെ ചീഫ്, ഈ ക്രിമിനൽ എന്റർപ്രൈസിന്റെ ചീഫ് എന്ന് പറയുന്നത് തന്ത്രിയാണെന്ന് ഞാൻ പറയും. തന്ത്രി അറിയാതെ ഒന്നും ചെയ്യില്ല. തന്ത്രിക്ക് പെക്യൂനറി അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട്, കോസിംഗ് പെക്യൂനറി അഡ്വാൻറ്റേജ് ഫോർ ഹിംസെൽഫ് ഓർ ഫോർ അതേഴ്സ്. അദ്ദേഹം ഇത് പെർമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ഒരൊറ്റ റിപ്പോർട്ട് മതിയായിരുന്നല്ലോ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ അവിടുത്തെ പമ്പ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ DGPക്കോ. ഒരു 2018 അദ്ദേഹം കൊടുക്കാത്തെന്താ? അപ്പൊ കുറെ നാളുകളായി ഇതിങ്ങനെ ചെയ്ത് സുഖിച്ച് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയാണ് ഞാൻ അതിൽ റെസ്പോൺസിബിൾ അല്ല, ഞാൻ ഇതിൽ റെസ്പോൺസിബിൾ. ഇദ്ദേഹം എല്ലാത്തിലും റെസ്പോൺസിബിൾ ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും, ആ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മിടുക്കനായ ഹൈലി ഓണസ്റ്റ് ആയിട്ടുള്ള ആ പോലീസ് നമ്മുടെ ജഡ്ജ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം വെളിയൊന്നും. അല്ലെങ്കിൽ ഇപ്പോഴും തന്ത്രിയും ഈ മേൽശാന്തിയും എല്ലാം കൂടെ കൊള്ളയടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യില്ല. എങ്ങനെയുണ്ട്? അയ്യപ്പന് ലഭിക്കേണ്ടത്, ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ടത്, അതും കോടികളുടെ വരുമാനം ദൈവതുല്യനായി ചമഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് വളരെ വിദഗ്ധമായി അടിച്ചുമാറ്റി സ്വന്തം കീശ വീർപ്പിച്ച കള്ളൻ.
കള്ളൻ എന്നോ പെരും കള്ളൻ എന്നോ ഒന്നുമല്ല ഇയാളെ വിശേഷിപ്പിക്കേണ്ടത്. അതുക്ക് മേലെ എന്തെങ്കിലും വാക്കുകൾ പറയാനുണ്ടെങ്കിൽ അത് വേണം ഉപയോഗിക്കുവാൻ. കാരണം സാധാരണ കള്ളന്മാർ മോഷ്ടിക്കുന്നത് മനുഷ്യരുടെ മൂല്യവത്തായ വസ്തുക്കളെയാണ്. എന്നാൽ ഈ കള്ളൻ പടച്ച തമ്പുരാനെയാണ് കുപ്പിയിലാക്കിയത്. ജനകോടികൾ ദൈവമെന്ന് കരുതി ആരാധിക്കുന്ന ആ ദൈവം ഏതുമില്ലാത്തവനാണ് എന്ന് തെളിയിച്ച് ആ ദൈവത്തിന്റെ പേരിൽ ഭക്തർ കൊണ്ടുവന്ന കാണിക്കകൾ കോടികൾ സ്വന്തം കസ്റ്റഡിയിലാക്കി സുഖലോലുപതയിൽ ആറാടി മുൻപോട്ട് പോയവനാണ് എന്ന് വളരെ കൃത്യമായി ആ മനുഷ്യൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്റെ അറിവുകളുടെയും ബോധ്യങ്ങളുടെയും താൻ നോക്കിക്കണ്ട കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് അറിയുവാൻ കൂടുതലൊന്നും അന്വേഷണങ്ങളുടെ ആവശ്യമില്ല. ചെങ്ങന്നൂരിലുള്ള താഴമൺ മഠം ആ വഴിയിൽ കൂടി പോകുമ്പോൾ വെറുതെ അങ്ങോട്ടൊന്ന് പാളി നോക്കിയാൽ മതി. ശബരിമല തന്ത്രിക്ക് പ്രതിദിനമുള്ള ശമ്പളം 1500 രൂപയാണ്. 1500 രൂപ ഡെയിലി ശമ്പളക്കാരന്റെ വീടും വാഹനങ്ങളും ആ വീട്ടിലെ ആഡംബരങ്ങളും ജീവിതശൈലിയും ഒറ്റ ദിവസം കൊണ്ട് പരിശോധിച്ചാൽ പിന്നെ കൂടുതൽ അന്വേഷണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. അത്രമാത്രം അത്യാധുനിക സജ്ജീകരണങ്ങളുടെയും ആഡംബരങ്ങളുടെയും നടുവിലാണ് തന്ത്രി ജീവിക്കുന്നത്. പക്ഷേ സംഘപരിവാറുകാർക്ക് അദ്ദേഹത്തെ വെളുപ്പിച്ചേ പറ്റൂ. കാരണം അദ്ദേഹം ദൈവതുല്യനായിപ്പോയി. എടോ, അയ്യപ്പനോട് അല്പമെങ്കിലും ബഹുമാനം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, അയ്യപ്പൻ എന്ന് പറയുന്ന ആ സങ്കല്പത്തോട് അല്പമെങ്കിലും ഭക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ തന്ത്രിയെ വെള്ള പൂശുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. ശബരിമല അയ്യപ്പനിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ ഈ കൊടിയ പാപം ചെയ്ത വ്യക്തിക്കെതിരെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ശബ്ദമുയർത്തുമായിരുന്നു. ഇവിടെ ഇപ്പോൾ അയാളെ വെള്ള പൂശുവാൻ ജനൻ TV ഉൾപ്പെടെ ശ്രമിക്കുമ്പോഴും അയ്യപ്പൻ അതിന്റെ നടുവിലും ഇറങ്ങി വന്ന് നടനമാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ വെളുപ്പിക്കുവാൻ കൊണ്ടുവന്ന ആള് മാക്സിമം കറുപ്പിച്ചിട്ടിറങ്ങി പോകുമോ? എന്തായാലും അബദ്ധം സംഭവിച്ചതാണെങ്കിൽ പോലും സത്യം സത്യമായി ലോകത്തോട് വിളിച്ചു പറയുവാൻ ഒരു വേദി ആ മനുഷ്യന് നിങ്ങൾ ഒരുക്കി കൊടുത്തതിൽ ജനം TV യോട് ഒരുപാട് നന്ദിയുണ്ട്.